ശാന്തി 5-8-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളിൽ ആരാണോ മുഴുവൻ യൂണിവേഴ്സിൻ്റെയും സേവനം ചെയ്യുന്നത്, വളരെ പേരെ തനിക്ക് സമ്മാനം ആക്കുന്നത്, വിശ്രമപ്രിയർ അല്ലാത്തത്, അവരാണ് ഓണസ്റ്റ്. ചോദ്യം: ബ്രാഹ്മണ കുട്ടികളായ നിങ്ങൾക്ക് ഏതൊരു വാക്കുകൾ ഒരിക്കലും പറയുവാൻ സാധിക്കില്ല? ഉത്തരം: നമുക്ക് ബ്രഹ്മാവുമായി ഒരു കണക്ഷനുമില്ല. നമ്മൾ ഡയറക്റ്റ് ശിവ് ബാബയെ ഓർമ്മിക്കുന്നു എന്ന് ബ്രാഹ്മണരായ നിങ്ങൾ ഒരിക്കലും പറയുകയില്ല. ബ്രഹ്മ ബാബയില്ലാതെ ബ്രാഹ്മണൻ എന്ന് വിളിക്കപ്പെടുക സാധ്യമല്ല. ആർക്കാണോ ബ്രഹ്മാവുമായി കണക്ഷൻ ഇല്ലാത്തത്, അതായത് ആരാണോ ബ്രഹ്മമുഖ വംശാവലി അല്ലാത്തത്, അവർ ശൂദ്രരാണ്. ശൂദ്രന് ഒരിക്കലും ദേവതയാകുവാൻ സാധിക്കുന്നില്ല. ഓം ശാന്തി. ആത്മീയ പിതാവിരുന്ന് ദാദായിലൂടെ മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികൾ മ്യൂസിയത്തിൻ്റെ അഥവാ എക്സിബിഷൻ്റെ ഉദ്ഘാടനം ചെയ്യിക്കുന്നു. എന്നാൽ ഉദ്ഘാടനം പരിധിയില്ലാത്ത ബാബ നേരത്തെ തന്നെ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ഈ ശാഖകൾ അഥവാ ബ്രാഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പാഠശാലകൾ വളരെയധികം വേണമല്ലോ. ഒന്നാമതായി ഈ പാഠശാലയുണ്ട്. ഇതിൽ ബാബ വസിക്കുന്നു. ഇതിന് മധുബൻ എന്ന നാമം വച്ചിരിക്കുന്നു. കുട്ടികൾക്കറിയാം, മധുബനിൽ സദാ മുരളി ഉച്ചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരുടെ? ഭഗവാന്റെ. ഇപ്പോൾ ഭഗവാനാണെങ്കിൽ നിരാകാരനാണ്. മുരളി ഉച്ചരിക്കുന്നത് സാകാര രഥത്തിലൂടെ. അദ്ദേഹത്തിന് ഭാഗ്യശാലി രഥം എന്ന നാമം വെച്ചിരിക്കുന്നു. ഇത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇദ്ദേഹത്തിൽ ബാബ പ്രവേശിക്കുന്നു. ഇത് കുട്ടികളായ നിങ്ങൾ തന്നെയാണ് മനസ്സിലാക്കുന്നത്. മറ്റാരും രചയിതാവിനെയോ രചനയുടെ ആദിമധ്യ അന്ത്യത്തെയോ അറിയുന്നില്ല. കേവലം വലിയ വ്യക്തികളോ ഗവർണറോ മറ്റോ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നു. ഇതും ബാബ എല്ലായ്പ്പോഴും എഴുതിക്കൊണ്ടേയിരിക്കുന്നു. ആരെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നുവോ അവർക്ക് ആദ്യം പരിചയം നൽകണം. ബാബ എങ്ങനെയാണ് പുതിയ ലോകം സ്ഥാപിക്കുന്നത്. അതിൻ്റെ ഈ ബ്രാഞ്ചസ് തുറന്നുകൊണ്ടിരിക്കുന്നു. ആരെയെങ്കിലും കൊണ്ട് തുറപ്പിക്കുന്നു. അവരുടെ മംഗളം ഉണ്ടാകുന്നതിന് വേണ്ടി ഒരല്പം മനസ്സിലാക്കട്ടെ. തീർച്ചയായും ബാബ വന്നിരിക്കുകയാണ്. ബ്രഹ്മാവിലൂടെ വിശ്വത്തിൽ ശാന്തിയുടെ രാജ്യത്തിൻ്റെ അഥവാ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു. ഇപ്പോൾ ഈ ബ്രാഞ്ചസ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ബാങ്കിൻ്റെ ബ്രാഞ്ചസ് തുറക്കുന്നത് പോലെ ബാബയ്ക്ക് തന്നെ വന്ന് നോളജ് നൽകേണ്ടതുണ്ട്. ഈ നോളജ് പരംപിത പരമാത്മാവിൽ തന്നെയാണുള്ളത്. അതിനാൽ ആ ഒന്നിനെ തന്നെയാണ് ജ്ഞാനസാഗരം എന്ന് പറയുന്നത്. ആത്മീയ പിതാവിൽ തന്നെയാണ് ആത്മീയ ജ്ഞാനമുള്ളത്. അത് ആത്മാക്കൾക്ക് വന്ന് നൽകുന്നു, മനസ്സിലാക്കിച്ചു തരുന്നു. ഹേ കുട്ടികളെ, ഹേ ആത്മാക്കളെ, നിങ്ങൾ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ആത്മാവ് എന്ന പേര് കോമൺ ആണ്. മഹാനാത്മാവ്, പുണ്യാത്മാവ്, പാപാത്മാവ് എന്ന് പറയാറുണ്ട്. ആത്മാവിന് പരംപിത പരമാത്മാവാകുന്ന പിതാവും മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ബാബ എന്തുകൊണ്ട് വരും? തീർച്ചയായും കുട്ടികൾക്ക് സമ്പത്ത് നൽകുന്നതിന് വേണ്ടി. പിന്നെ സദോ പ്രധാനമായ പുതിയ ലോകത്തിൽ വരേണ്ടതുണ്ട്. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും റിപ്പീറ്റ് ആകുന്നു എന്ന് പറയുന്നു. പുതിയതും പഴയതുമായ ലോകം മനുഷ്യൻ്റേത് തന്നെയാണ്. ബാബ പറയുന്നു, ഞാൻ പുതിയ ലോകം രചിക്കാൻ വന്നിരിക്കുന്നു. മനുഷ്യരുടേതല്ലാതെ ഒരു ലോകമില്ല. പുതിയ ലോകത്തിൽ ദേവീ ദേവന്മാരുടെ രാജ്യമുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും അതിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണൻ ആയിരിക്കുന്നു. പിന്നെ നിങ്ങളെ ബ്രാഹ്മണനിൽ നിന്നും ദേവതയാക്കാൻ വന്നിരിക്കുന്നു. ബാബ ഇങ്ങനെ മനസ്സിലാക്കിച്ചു തരുന്നു എന്നത് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് പുതിയ ലോകത്തിൽ എങ്ങനെ പോകാൻ സാധിക്കും? ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് പതീതവും വികാരിയുമാണ്. അതിപ്പോൾ നിർവികാരി ആകേണ്ടതുണ്ട്.
ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങളുടെ ഭാരം ശിരസിലുണ്ട്. പാപം എപ്പോൾ മുതൽ ആരംഭിക്കുന്നു? ബാബ എത്ര വർഷത്തേക്ക് പുണ്യാത്മാവാക്കുന്നു? ഇതും കുട്ടികളായി നിങ്ങൾ ഇപ്പോൾ അറിയുന്നു. 21 ജന്മം നിങ്ങൾ പുണ്യ ആത്മാവായിരിക്കുന്നു, പിന്നെ പാപാത്മാവാകുന്നു. എവിടെ പാപമുണ്ടോ അവിടെ ദുഃഖം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. പാപം ഏതാണ്? അതും ബാബ പറഞ്ഞു തരുന്നു. ഒന്നാമതായി നിങ്ങൾ ധർമ്മത്തിൻ്റെ ഗ്ലാനി ചെയ്യുന്നു. നിങ്ങൾ എത്ര പതീതമായി മാറിയിരിക്കുകയാണ്. ഹേ പതീത പാവന വരൂ എന്ന് നിങ്ങൾ വിളിച്ചു വന്നു. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നു. പാവനമാക്കുന്ന ബാബയെ നിങ്ങൾ അധിക്ഷേപിക്കുന്നു, ഗ്ലാനി ചെയ്യുന്നു. അതിനാൽ നിങ്ങൾ പാപാത്മാവായി മാറിയിരിക്കുന്നു. ഹേ പ്രഭു, ജന്മജന്മാന്തരങ്ങളിലെ പാപിയാണ്, വന്ന് പാവനമാക്കൂ എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ആരാണോ ഏറ്റവും കൂടുതൽ ജന്മം എടുത്തത് അദ്ദേഹത്തിൻ്റെ തന്നെ വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ പ്രവേശിക്കുന്നു. ബാബ വളരെയധികം ജന്മം എന്ന് ഏതിനെയാണ് പറയുന്നത്? കുട്ടികളെ, 84 ജന്മങ്ങളെക്കുറിച്ച്. ആരാണോ ആദ്യം വന്നത് അവർ തന്നെയാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്. ആദ്യം ഈ ലക്ഷ്മി നാരായണൻ വരുന്നു. ഇവിടെ നിങ്ങൾ വരുന്നത് തന്നെ നരനിൽ നിന്നും നാരായണൻ ആകുന്നതിന് വേണ്ടിയാണ്. കഥയും സത്യനാരായണൻ്റേത് കേൾപ്പിക്കുന്നു. എപ്പോഴെങ്കിലും രാമനും സീതയും ആകുന്നതിൻ്റെ കഥ ആരെങ്കിലും കേൾപ്പിച്ചിട്ടുണ്ടോ? അവരുടെ ഗ്ലാനി ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ബാബ ആക്കുന്നത് തന്നെ നരനിൽ നിന്നും നാരായണനും നാരിയിൽ നിന്നും ലക്ഷ്മിയുമാണ്. അവരുടെ നിന്ദ ആരും ഒരിക്കലും ചെയ്യുന്നില്ല. ബാബ പറയുന്നു, ഞാൻ രാജയോഗം പഠിപ്പിക്കുന്നു. വിഷ്ണുവിൻ്റെ 2 രൂപങ്ങളാണ് ഈ ലക്ഷ്മി നാരായണൻ. ബാല്യത്തിൽ രാധയും കൃഷ്ണനുമാണ്. ഇവർ സഹോദരിയും സഹോദരനുമൊന്നുമല്ല, വേറെ വേറെ രാജാക്കന്മാരുടെ കുട്ടികളായിരുന്നു. അത് മഹാരാജകുമാരൻ, മറ്റത് മഹാരാജകുമാരി. അവരുടെ സ്വയംവരത്തിന് ശേഷം ലക്ഷ്മി നാരായണൻ എന്ന് വിളിക്കപ്പെടുന്നു. ഈ എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യനും അറിയുന്നില്ല. കഴിഞ്ഞ കൽപ്പത്തിൽ ഈ എല്ലാ കാര്യങ്ങളും ആരുടെ ബുദ്ധിയിൽ ഇരുന്നിട്ടുണ്ടാകുമോ അവരുടെ ബുദ്ധിയിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ. ഈ ലക്ഷ്മി നാരായണൻ, രാധാകൃഷ്ണൻ തുടങ്ങി എല്ലാവരുടെയും ക്ഷേത്രമുണ്ട്. വിഷ്ണുവിൻ്റെയും ക്ഷേത്രമുണ്ട്. അതിനെ നരനാരായണൻ്റെ ക്ഷേത്രം എന്ന് പറയുന്നു. പിന്നെ ലക്ഷ്മി നാരായണൻ്റെ പ്രത്യേകം ക്ഷേത്രവുമുണ്ട്. ബ്രഹ്മാവിൻ്റെയും ക്ഷേത്രമുണ്ട്. ബ്രഹ്മദേവതായ നമ. പിന്നെ പറയുന്നു ശിവ പരമാത്മായ നമ. അത് വേറെയായല്ലോ. ദേവതമാരെ ഒരിക്കലും ഭഗവാൻ എന്ന് പറയുകയില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ആദ്യം ആരെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണമോ അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കണം. വിശ്വത്തിൽ ശാന്തി സ്ഥാപിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ഫൗണ്ടേഷൻ സ്ഥാപിച്ചിരിക്കുകയാണ്. വിശ്വത്തിൽ ശാന്തി ലക്ഷ്മി നാരായണൻ്റെ രാജ്യത്തിൽ ഉണ്ടായിരുന്നുവല്ലോ. ഇവർ സത്യയുഗത്തിൻ്റെ അധികാരിയായിരുന്നുവല്ലോ. അപ്പോൾ മനുഷ്യനെ നരനിൽ നിന്നും നാരായണനും നാരിയിൽ നിന്നും ലക്ഷ്മിയും ആക്കുന്നതിൻ്റെ വലിയ ഗോഡ്ലി യൂണിവേഴ്സിറ്റിയാണിത്, അഥവാ ഈശ്വരീയ വിശ്വവിദ്യാലയമാണ്. വിശ്വവിദ്യാലയം എന്ന് ധാരാളം പേർ നാമം വെച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ അത് വേൾഡ് യൂണിവേഴ്സിറ്റി ഒന്നുമല്ല. യൂണിവേഴ്സ് എന്നാൽ മുഴുവൻ വിശ്വവുമാണ്. മുഴുവൻ വിശ്വത്തിലും പരിധിയില്ലാത്ത ബാബ ഒരേ ഒരു കോളേജ് തുറക്കുന്നു. നിങ്ങൾ അറിയുന്നുണ്ട്, വിശ്വത്തിൽ പാവനമാകുന്നതിന് വേണ്ടിയുള്ള വിശ്വവിദ്യാലയം കേവലം ഇതൊന്നേ ഉള്ളൂ. അത് ബാബ സ്ഥാപിക്കുന്നു. നമ്മൾ മുഴുവൻ വിശ്വത്തെയും ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും കൊണ്ടുപോകുന്നു. അതിനാൽ ഇതിനെ ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന് പറയുന്നു. ഈശ്വരൻ വന്ന് മുഴുവൻ വിശ്വത്തിനും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സമ്പത്ത് നൽകുന്നു. ബാബയുടെ കാര്യം എവിടെ? ഇവരെല്ലാവരും യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എവിടെ? യൂണിവേഴ്സിനെ, അതായത് മുഴുവൻ ലോകത്തെയും ചേഞ്ച് ചെയ്യുക എന്നത് ബാബയുടെ തന്നെ കാര്യമാണ്. നമ്മളെ ഈ പേര് വയ്ക്കാൻ അനുവദിക്കുന്നില്ല, ഗവൺമെൻറ് സ്വയം വയ്ക്കുന്നു. ഇത് നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കണം. അതും ആദ്യം മനസ്സിലാക്കിക്കേണ്ടതില്ല.
പറയൂ, നമ്മുടെ പേര് തന്നെ ബ്രഹ്മകുമാർ കുമാരിമാർ എന്നാണ്. ഇദ്ദേഹത്തിന് ബ്രഹ്മാവ് എന്ന നാമം ബാബ വന്ന് രഥമാക്കിയപ്പോഴാണ് വച്ചത്. പ്രജാപിത എന്ന പേര് പ്രസിദ്ധമാണല്ലോ. ആ ഒന്ന് എവിടെ നിന്നും വന്നു? ആ ഒന്നിൻ്റെ പിതാവിൻ്റെ നാമം എന്താണ്? ബ്രഹ്മാവിനെ ദേവതയായി കാണിക്കുന്നുവല്ലോ. ദേവതമാരുടെ പിതാവ് തീർച്ചയായും പരമാത്മാവ് തന്നെയായിരിക്കും. ആ ഒന്ന് രചയിതാവാണ്. ബ്രഹ്മാവിനെ ഏറ്റവും ആദ്യത്തെ രചന എന്ന് പറയും. ബ്രഹ്മാവിൻ്റെ പിതാവാണ് ശിവബാബ. ആ ഒന്ന് പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് ഇദ്ദേഹത്തിൻ്റെ തിരിച്ചറിവ് നിങ്ങൾക്ക് നൽകുന്നു. കുട്ടികൾ മനസ്സിലാക്കിച്ചു കൊടുക്കും, ഇത് ഈശ്വരീയ മ്യൂസിയമാണ്. ബാബ പറയുന്നു, എന്നെ വിളിച്ചിരിക്കുന്നത് തന്നെ ഹേ പതീത പാവന വരൂ, വന്ന പതീതത്തിൽ നിന്ന് പാവനമാക്കൂ എന്നാണ്. ഇപ്പോൾ ഹേ കുട്ടികളെ, ഹേ ആത്മാക്കളെ, നിങ്ങൾ തൻ്റെ പിതാവിനെ ഓർമ്മിക്കൂ, എങ്കിൽ പതീതത്തിൽ നിന്നും പാവനമായി മാറും. മന്മനാഭവ എന്ന വാക്ക് ഗീതയിലേതു തന്നെയാണ്. ഭഗവാൻ ഒരേ ഒരു ജ്ഞാനസാഗരമായ പതീത പാവനാണ്. ശ്രീകൃഷ്ണൻ പതീത പാവനം ആവുക സാധ്യമല്ല. കൃഷ്ണന് പതീത ലോകത്തിൽ വരാൻ സാധിക്കില്ല. പതീത ലോകത്തിൽ പതീത പാവനായ ബാബ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ പാപം ഭസ്മമാകും. എത്ര സഹജമായ കാര്യമാണ്. ഭഗവാനുവാച എന്ന വാക്ക് തീർച്ചയായും പറയേണ്ടതുണ്ട്. പരംപിത പരമാത്മാവ് പറയുന്നു, കാമവികാരം മഹാശത്രുവാണ്. ആദ്യം നിർവികാരി ലോകം ഉണ്ടായിരുന്നു, ഇപ്പോൾ വികാരി ലോകമാണ്. ദുഃഖം തന്നെ ദുഃഖമാണ്. നിർവികാരി ആകുമ്പോൾ പിന്നെ സുഖം തന്നെ സുഖമായിരിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഭഗവാനുവാച കാമം മഹാശത്രുവാണ്. ഇതിൻ്റെ മേൽ ജയം നേടുന്നതിലൂടെ നിങ്ങൾ ജഗത് ജീത്താകും. ഒരു ബാബയെ ഓർമ്മിക്കൂ. നമ്മളും ആ ഒന്നിനെ ഓർമ്മിക്കുന്നു. ഏതെങ്കിലും കോളേജ് തുറക്കുമ്പോൾ അതിൻ്റെയും ഉദ്ഘാടനം ചെയ്യിക്കാറുണ്ടല്ലോ. ഇതും കോളേജാണ്. അനേകം സെൻറ്റേഴ്സ് ഉണ്ട്. സെൻറ്റേഴ്സിൽ ടീച്ചേഴ്സ് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ടീച്ചേഴ്സും തീർച്ചയായും ചിന്ത വയ്ക്കേണ്ടത് ആവശ്യമാണ്. ബാബ പുതിയ പുതിയ സെൻറ്റേഴ്സിൽ നല്ല നല്ല ബ്രാഹ്മണികളെ അഥവാ ടീച്ചേഴ്സിനെ വയ്ക്കുന്നത് ഇതിനാലാണ്. വേഗം വേഗം തനിക്ക് സമാനമാക്കിയ ശേഷം മറ്റ് സെൻറ്റേഴ്സിലേക്ക് ഓടണം, സർവീസ് എടുക്കുന്നതിന് വേണ്ടി. ആർക്കെല്ലാം നല്ല രീതിയിൽ മുരളി പഠിച്ച് കേൾപ്പിക്കാൻ സാധിക്കുന്നോ, മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കുന്നോ എന്ന് നോക്കും. അപ്പോൾ അവരോട് പറയും, ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് ക്ലാസ് നടത്തൂ. ഇപ്രകാരം ട്രയൽ നടത്തി അവരെ ഇരുത്തിയ ശേഷം മറ്റു സ്ഥാനത്ത് സെൻറ്റർ ഉറപ്പിക്കുന്നതിന് വേണ്ടി പോകണം. ബ്രാഹ്മണികളുടെ ജോലിയാണ് ഒരു സെൻറ്റർ ഉറപ്പിക്കുക, പിന്നെ പോയി മറ്റൊരു സെൻറ്റർ ഉറപ്പിക്കണം. ഓരോരോ ടീച്ചറും 10-20 സെൻറ്റർ സ്ഥാപിക്കേണ്ടത് ആവശ്യമാണ്. വളരെയധികം സർവീസ് ചെയ്യണം. കട തുറന്നുകൊണ്ടേയിരിക്കണം. തനിക്ക് സമാനമാക്കിയ ശേഷം മറ്റാരെയെങ്കിലും ഏൽപ്പിച്ച ശേഷം പോകണം. മനസ്സിൽ ഇത് വരണം. ആരെയെങ്കിലും തനിക്ക് സമാനമാക്കി തയ്യാറാക്കട്ടെ, പിന്നെ മറ്റ് സെൻറ്റർ തുറക്കാം. എന്നാൽ ഇങ്ങനെ ഓണസ്റ്റായി ഇരിക്കുന്നവർ വിരളമാണ്. ഓണസ്റ്റ് എന്ന് പറയുന്നത് മുഴുവൻ യൂണിവേഴ്സിൻ്റെയും സേവനം ചെയ്യുന്നവരെയാണ്. ഒരു സെൻറ്റർ തുറന്നു, തനിക്ക് സമാനമാക്കി, പിന്നെ അടുത്ത സ്ഥാനത്ത് സേവനം ചെയ്തു. ഒരേ സ്ഥാനത്ത് പറ്റിച്ചേർന്നിരിക്കാൻ പാടില്ല. ശരി, ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ചെയ്യൂ. അതിൽ ദേഹാഭിമാനം വരുവാൻ പാടില്ല. ഞാൻ വലിയ വീട്ടിലേതാണ്, ഈ കാര്യം എങ്ങനെ ചെയ്യും, എനിക്ക് വേദനയുണ്ടാകും. ഒരല്പം ജോലി ചെയ്താൽ എല്ലുകൾ വേദനിക്കും. ഇതിനെ ദേഹാഭിമാനം എന്നാണ് പറയുന്നത്. ഒന്നും മനസ്സിലാക്കുന്നില്ല. മറ്റുള്ളവരുടെ സർവീസ് ചെയ്യേണ്ടത് ആവശ്യമാണല്ലോ. അതിലൂടെ അവരും ഇങ്ങനെ എഴുതണം, ബാബ ഇന്നയാൾ നമ്മളെ മനസ്സിലാക്കിച്ചു, നമ്മുടെ ജീവിതമുണ്ടാക്കി. സർവീസിൻ്റെ തെളിവ് ലഭിക്കേണ്ടത് ആവശ്യമാണ്. ഓരോരുത്തരും ടീച്ചറാകണം. പിന്നെ സ്വയമേ എഴുതണം, ബാബ നമുക്ക് പിന്നാലെ പരിപാലിക്കുന്ന ധാരാളം പേരുണ്ട്. നമ്മൾ വളരെ പേരെ തനിക്ക് സമാനമാക്കി.
നമ്മൾ സെൻറ്റർ തുറന്നുകൊണ്ടേയിരിക്കാം. ഇങ്ങനെയുള്ള കുട്ടികളെയാണ് പുഷ്പം എന്ന് പറയുന്നത്. സർവീസേ ചെയ്യുകയില്ലെങ്കിൽ പുഷ്പം എങ്ങനെയാകും? പുഷ്പങ്ങളുടെയും പൂന്തോട്ടമാണല്ലോ. ഉദ്ഘാടനം ചെയ്യുന്നവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കണം. നമ്മൾ ബ്രഹ്മകുമാർ കുമാരിമാരാണ്. ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനായി ദേവതയാകുന്നു. ബാബ ഈ ബ്രാഹ്മണ കുലത്തിൻ്റെയും സൂര്യവംശി ചന്ദ്രവംശി കുലത്തിൻ്റെയും സ്ഥാപന ചെയ്യുന്നു. ഈ സമയത്ത് എല്ലാവരും ശൂദ്രവർണ്ണത്തിലേതാണ്. സത്യയുഗത്തിൽ ദേവതാവർണ്ണത്തിലേതായിരുന്നു. പിന്നെ ക്ഷത്രിയ വൈശ്യ വർണ്ണത്തിലേതായി. ബാബ അറിയുന്നുണ്ട് എത്ര പോയിന്റ്സ് കുട്ടികൾ മറന്നു പോകുന്നു. ഏറ്റവും ആദ്യത്തേതാണ് ബ്രാഹ്മണ വർണ്ണം. പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനങ്ങൾ. ബ്രഹ്മാവ് എവിടെ നിന്നും വന്നു? ഈ ബ്രഹ്മാവ് ഇരിക്കുകയാണല്ലോ. നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ബ്രഹ്മാവിലൂടെ സ്ഥാപന ആരുടേത്? ബ്രാഹ്മണരുടേത്. പിന്നെ അവരെ ശിക്ഷണങ്ങൾ നൽകി ദേവതയാക്കുന്നു. നമ്മൾ ബാബയിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഭഗവാൻ ഉവാച അർജുനനെ പ്രതി എന്നെഴുതിയിരിക്കുന്നു. ഇപ്പോൾ അർജുനൻ ആരായിരുന്നു? ആർക്കും അറിയില്ല. നിങ്ങൾ അറിയുന്നുണ്ട് നമ്മൾ ബ്രഹ്മാവിൻ്റെ സന്താനങ്ങൾ ബ്രാഹ്മണരാണ്. അഥവാ നമ്മൾ ശിവ് ബാബയുടെ കുട്ടികളാണ്. ബ്രഹ്മാവുമായി നമുക്ക് കണക്ഷനില്ല എന്നാരെങ്കിലും പറയുന്നു എന്നിരിക്കട്ടെ. എങ്കിൽ പിന്നെ അവർ ദേവത എങ്ങനെയാകും? ബ്രഹ്മാവിലൂടെ മാത്രമല്ലേ ആവുകയുള്ളൂ. ശിവ് ബാബ നിങ്ങളോട് എന്നെ ഓർമ്മിക്കൂ എന്ന് എങ്ങനെ ആരിലൂടെ പറഞ്ഞു? ബ്രഹ്മാവിലൂടെയാണല്ലോ പറഞ്ഞത്. പ്രജാപിത ബ്രഹ്മാവിൻ്റെ കുട്ടികളാണല്ലോ. ബ്രഹ്മകുമാർ കുമാരി എന്ന് വിളിക്കപ്പെടുന്നു. നമ്മൾ ബ്രഹ്മാവിൻ്റെ സന്താനങ്ങളാണ്. അപ്പോൾ തീർച്ചയായും ബ്രഹ്മാവ് ഓർമ്മ വരും. ശിവ് ബാബ ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെയാണ് പഠിപ്പിക്കുന്നത്. ബ്രഹ്മ ബാബ ഇടയിലാണ്. ബ്രാഹ്മണനാകാതെ എങ്ങനെ ദേവതയാകാൻ സാധിക്കും? ഞാൻ ഏത് രഥത്തിൽ വരുന്നു എന്നതും അറിയേണ്ടത് ആവശ്യമാണ്. ബ്രാഹ്മണൻ ആകേണ്ടത് ആവശ്യമാണ്. ബ്രഹ്മാവിനെ ബാബ എന്ന് പറയാതിരുന്നാൽ എങ്ങനെയാണ് കുട്ടിയാവുക? സ്വയം ബ്രാഹ്മണനാണ് എന്ന് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ശൂദ്രനാണ് എന്നർത്ഥം. ശൂദ്രനിൽ നിന്നും ഉടൻ ദേവതയാകുന്നത് പ്രയാസമാണ്. ബ്രാഹ്മണനായി ശിവ് ബാബയെ ഓർമ്മിക്കാതെ ദേവത എങ്ങനെയാകാൻ സാധിക്കും? ഇതിൽ കുഴങ്ങിപ്പോകുന്നതിൻ്റെയും കാര്യമില്ല. അപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കണം. ബാബയിലൂടെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു. താങ്കൾക്കും പറഞ്ഞു തരികയാണ്, കേവലം ബാബയെ ഓർമ്മിക്കൂ, അപ്പോൾ പാപം ഇല്ലാതാകും. ആ ബാബ തന്നെയാണ് പതീത പാവനൻ. പിന്നെ നിങ്ങൾ പാവനമായി ദേവതയായി മാറും. കുട്ടികൾക്ക് വളരെയധികം സർവീസ് ചെയ്യാൻ സാധിക്കും. പറയൂ, നമ്മൾ ബാബയുടെ സന്ദേശം നൽകുകയാണ്. ഇനി ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ നിങ്ങളുടെ ഇഷ്ടം. നമ്മൾ സന്ദേശം നൽകിയ ശേഷം പോകുന്നു. മറ്റേതെങ്കിലും രീതിയിലൂടെ പാവനമാകാൻ പോകുന്നതേയില്ല. എപ്പോൾ ഒഴിവു സമയം ലഭിക്കുമോ അപ്പോൾ സർവീസ് ചെയ്യൂ. സമയമാണെങ്കിൽ വളരെയധികം ലഭിക്കുന്നുണ്ട്. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: പുതിയ സെൻറ്റേഴ്സിൻ്റെ വർധനവ് ഉണ്ടാക്കുന്നതിനായി തനിക്ക് സമാനം ആക്കുന്നതിൻ്റെ സേവനം ചെയ്യണം. സെൻറ്റേഴ്സ് തുറന്നുകൊണ്ടേയിരിക്കണം. ഒരു സ്ഥാനത്ത് തന്നെ ഇരിക്കരുത്. പുഷ്പങ്ങളുടെ പൂന്തോട്ടം തയ്യാറാക്കണം. ഓരോരുത്തരും പുഷ്പമായി മാറി മറ്റുള്ളവരെ തനിക്ക് സമാനം പുഷ്പമാക്കണം. ഏതെങ്കിലും സേവനത്തിൽ ദേഹാഭിമാനം വരരുത്. വരദാനം: സർവ പദാർത്ഥങ്ങളുടെയും ആസക്തികളിൽ നിന്നും വേറിട്ടവരും അനാസക്തവും പ്രകൃതിജീത്തുമായി ഭവിക്കട്ടെ. അഥവാ ഏതെങ്കിലും പദാർത്ഥം കർമ്മേന്ദ്രിയങ്ങളെ ചഞ്ചലമാക്കുന്നുവെങ്കിൽ, അതായത് ആസക്തിയുടെ ഭാവം ഉൽപ്പന്നമാകുന്നുവെങ്കിൽ പോലും വേറിട്ടവരാകാൻ സാധിക്കില്ല. ഇച്ഛകൾ തന്നെയാണ് ആസക്തികളുടെ രൂപം. പലരും പറയുന്നു, ഇച്ഛയില്ല, പക്ഷേ നല്ലതായി തോന്നുന്നു. അപ്പോൾ ഇതും സൂക്ഷ്മ ആസക്തിയാണ്.
മഹീന രൂപത്തിൽ ഇതിൻ്റെ ചെക്കിംഗ് ചെയ്യൂ. ഈ പദാർത്ഥം, അതായത് അല്പകാല സുഖത്തിൻ്റെ സാധനം, ആകർഷിക്കുന്നില്ലല്ലോ. ഈ പദാർത്ഥങ്ങൾ പ്രകൃതിയുടെ സാധനങ്ങളാണ്. എപ്പോഴാണോ ഇതിൽ നിന്നും അനാസക്തം, അതായത് വേറിട്ടവർ ആകുന്നത്, അപ്പോൾ പ്രകൃതി ജീത് ആകും. സ്ലോഗൻ: എൻ്റേത് എൻ്റേത് എന്ന സങ്കീർണതകൾ ഉപേക്ഷിച്ച് പരിധിയില്ലാത്തതിൽ ഇരിക്കൂ. അപ്പോൾ വിശ്വമംഗളകാരി എന്ന് പറയും. ഓം ശാന്തി. ചിന്തിക്കൂ, ഞാൻ അതിതേജസ്വിയായ ആത്മാവാണ്, പവിത്ര ആത്മാവാണ്, ശക്തിശാലി ആത്മാവാണ്. ഈ സങ്കല്പങ്ങളുടെ അനുഭവ സ്വരൂപമായി സ്ഥിതി ചെയ്യൂ. ഫരിസ്തകളുടെ പ്രകാശ ശരീരം ധാരണ ചെയ്യൂ. ചിന്തിക്കൂ, ഞാൻ ഡബിൾ ലൈറ്റ് ഫരിഷ്തയാണ്. എന്നിൽ നിന്നും 4 ഭാഗത്തും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഫരിഷ്തയായ ഞാൻ ആകാശത്തിനും ഉപരി സൂക്ഷ്മലോകത്തിൽ എത്തിച്ചേരുന്നു. സർവത്ര പവിത്രതയുടെ പ്രകാശം നിറഞ്ഞ, തൂവെള്ള പ്രകാശം നിറഞ്ഞ ഈ ഫരിസ്തകളുടെ ലോകത്തിൽ, ഈ സൂക്ഷ്മലോകത്തിൽ ഞാൻ ബാപ്ദാദയുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ബാപ്ദാദയുടെ മസ്തകത്തിൽ നിന്നും ജ്ഞാനസൂര്യനായ ശിവ് ബാബയുടെ തേജസ്വി കിരണങ്ങൾ എന്നിൽ പതിക്കുന്നു. പവിത്ര സ്നേഹത്തിൻ്റെ ദൃഷ്ടി എന്നിൽ പതിക്കുന്നു. ബാപ്ദാദയിൽ നിന്നും സർവശക്തികളുടെയും വരദാനി ദൃഷ്ടി ഞാൻ സ്വീകരിക്കുന്നു. എന്നിൽ സർവശക്തികളും നിറയുന്നു. ഈ ദിവ്യ ഈശ്വരീയ പ്രാപ്തികളാൽ സമ്പന്നമായി ഡബിൾ ലൈറ്റ് ഫരിഷ്തയായി ഞാൻ സാകാര ദേഹത്തിൽ അവതരിക്കുന്നു. വിശ്വമംഗളാർത്ഥം ഫരിഷ്തയായി അവതരിച്ചിരിക്കുന്ന ഞാൻ മുഴുവൻ വിശ്വത്തിലേക്കും പരമാത്മാ പവിത്രതയുടെയും പരമാത്മാ സ്നേഹത്തിൻ്റെയും പരമാത്മാ ശക്തിയുടെയും കിരണങ്ങൾ വ്യാപിപ്പിക്കുന്നു.